ഇ.പി. ജയരാജന്റെ പേരിൽ വിവാദമായ കട്ടൻ ചായയും പരിപ്പുവടയും ഷാർജ പുസ്തകമേളയിൽ സജീവ ചർച്ചാ വിഷയമാണ്. പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുമ്പോൾ സാഹിത്യരംഗത്തുള്ളവർക്കും പ്രസാധക മേഖലയിലുള്ളവർക്കും എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നന്വേഷിക്കുകയാണ് ഷിനോജ് ഷംസുദ്ദീൻ. പുസ്തകപ്രേമികളായ മലയാളികൾ ഷാർജയിൽ പുസ്തകമേളയിൽ സംഗമിക്കുമ്പോഴാണ് കേരളത്തിൽ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം വിവാദമാകുന്നത്. ഇത് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ തർക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പുസ്തകം താമസിയാതെ പുറത്തിറങ്ങുമെന്ന് അതിൻ്റെ പ്രസാധകരായ DC പറയുമ്പോൾ ഈ പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടിലാണ് ഇ.പി. ജയരാജൻ. പുസ്തക പ്രസാധന രംഗത്ത് അത്തരത്തിൽ സംഭവിക്കുമോ? കരാറില്ലാതെ അങ്ങനെ പുസ്തകം ഇറക്കാൻ കഴിയുമോ? തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഈ പ്രസാധന രംഗത്തും പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ഇതിനോട് പ്രതികരിക്കുകയാണ്. ഷിനോജ്, ഇപ്പോൾ ഈ ഗോസ്റ്റ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതേ രീതിയിലും ഇതിനെ കാണുന്നുണ്ട്. പ്രസാധന രംഗത്തും ഒരു 10-30 വർഷമായിട്ട് പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിലും മാത്രമാണ് എൻ്റെ ഈ അഭിപ്രായം. ഈ വിഷയത്തിൽ ഇങ്ങനെ ഡാറ്റ മുഴുവനായിട്ട് പരിശോധിച്ച ഒരാളൊന്നുമല്ല ഞാൻ. എങ്കിലും എനിക്ക് തമാശയായിട്ട് തോന്നിയത് ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്, ആരെങ്കിലും സ്വന്തം പുസ്തകത്തിന് കളിയാക്കിയിട്ടുള്ള ഒരു തലക്കെട്ടിടുമെന്ന്. എങ്ങനെയാണ് അതൊരു കളിയാക്കിയിട്ടുള്ള തലക്കെട്ടാവണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കട്ടൻ ചായയും പരിപ്പൂടയും നല്ല ടൈറ്റിലല്ലേ? അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൂർവ്വകാല ജീവിതത്തിന്, ആത്മകഥയ്ക്കൊക്കെ ഗംഭീര ടൈറ്റിലല്ലേ? എന്നിട്ട് അദ്ദേഹം പറയണത് അവിടെ നിന്ന് തുടങ്ങിയാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. അപ്പം എനിക്ക് അവിടെ നിന്ന് പോലും പന്തികേട് തോന്നുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ DC-യും അത് പറയേണ്ടതാണ്, നിയമവശമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഒരു ഗോസ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു കാലത്ത് ഇത് അത്തരമൊരു കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ വരാനെങ്കിലും ഈ വിഷയം കാര്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതുക, അത് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ എഡിറ്റർമാർ വേണം നല്ല പുസ്തകങ്ങൾക്ക്. പക്ഷേ ഇത് മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം അനുഭവവും ഒക്കെ മറ്റൊരാൾ എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ വെളിപ്പെടുത്തൽ. അതിൽ എനിക്ക് ആശങ്കയുണ്ട്. പിന്നെ പ്രസാധകനും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള അത് നിയമപരമായിട്ട് തന്നെയാണ് പോകണമെന്ന് തന്നെയാണ് അത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹം ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു, ആരെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകത്തിന് പരിഹാസ രൂപേണ പേരിടുമെന്ന്. അതെങ്ങനെ പരിഹാസമാവുക എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് മാത്രമാണ് എനിക്കിതിൽ കാര്യത്തിൽ പറയാനുള്ളൂ. ഇതൊക്കെ കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് തന്നെ വേണം കാണാൻ. ഇത് മാത്രമല്ല, നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലൊരു എപ്പിസോഡായിട്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും ഇതിനെ കാണാൻ കഴിയും. നമ്മൾ പറയാറില്ലേ, അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അങ്ങനെ വിഡ്ഢികളാക്കാൻ നോക്കുന്നതും ശരിയല്ല. കാരണം ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയോട് ഈ രീതിയിലുള്ള ഗിമ്മിക്കുകളിലൂടെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതൊരു തരം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ചില പ്രത്യേക അജണ്ടകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് കൂടി നമ്മളെപ്പോലുള്ള ആളുകൾ, രാഷ്ട്രീയത്തെ സുസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ബോധ്യമാവും. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഒരാളുടെ സമ്മതമല്ലാതെ, പ്രത്യേകിച്ച് വളരെ ഉത്തരവാദപ്പെട്ട DC ബുക്സിനെ പോലുള്ള ഒരാൾ, ഒരു സംഘടന, ഒരു സ്ഥാപനം അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇ.പി. ജയരാജനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ വ്യക്തിത്വമുള്ള ഒരാളുടെ പുസ്തകം പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും പല തന്ത്രങ്ങളുണ്ട്. കച്ചവട തന്ത്രമാണോ രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പൊതുവെ നമുക്ക് ഇത്തരം വിവാദങ്ങളിലേക്ക് പോകാതെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വായനാ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കലാണ് എന്നെപ്പോലുള്ള അക്ഷരസ്നേഹികൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളുടെ രാഷ്ട്രീയ ബിസിനസ് മേഖലയിലുള്ള വിവാദങ്ങളുടെ പെരുമ്പറ കൊട്ടലുകൾ മാത്രമാണ്. അബ്ബാസ് മുഹമ്മദിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.